അമ്മേ, ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങള് വിശ്വസിക്കില്ല. വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനി പറ്റില്ല. അമ്മ പറയുന്നതൊക്കെ ശരിയാ. ഞാൻ നിങ്ങൾക്കൊക്കെ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും അവസാനം അമ്മയ്ക്ക് അസുഖം വന്നപ്പോ അമ്മയെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി കിടത്തിയതും ഞാനാ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിന്റെ തിരിച്ചടി എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന്. അമ്മ കിടന്നതുപോലെ അതേ ഔട്ട് ഹൗസിൽ ഞാനും കിടന്നു. അമ്മയ്ക്ക് ചിക്കൻ പോക്സ് ആണെന്നല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എനിക്ക് ചിക്കൻ പോക്സ് തന്നെ വന്നു. പകർച്ചവ്യാധിക്കാരിക്ക് കണിമംഗലത്ത് നിൽക്കാൻ അവകാശമില്ലെന്ന് സാറ വിധിച്ചു. സാറ വിധിച്ച പിന്നെ ചന്ദ്രട്ടൻ വേറൊന്നും നോക്കില്ല. അവിടെ കിടന്ന് ചത്തുപോന്ന ഞാൻ കരുതി. ചത്തില്ലെന്ന് ഞാൻ ആശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ അതേ വാക്ക് ചത്തില്ലല്ലേന്ന് ചന്ദ്രേട്ടൻ അറപ്പോടെ പറയുന്നതും ഞാൻ കേട്ടു. എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞമ്മേ. എല്ലാരും തിരിഞ്ഞുകൊത്തി. എത്ര നാള് കണിമംഗലത്തുണ്ടാവൂന്നൊന്നും എനിക്കറിയില്ല. ചന്ദ്രേട്ടനായാലും സാറയ്ക്കായാലും ഞാനൊരു ബാധ്യത മാത്രമാ. ചെറിയമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കണിമംഗലത്ത് ഒരു ഐശ്വര്യ പൂജ നടക്കുക. ഐശ്വര്യ പൂജയുടെ പ്രശ്നം ഗണിക്കാൻ വന്നപ്പോ നമ്മുടെ തുളസി തറയില് നീ നട്ടൊരു തുളസിച്ചെടിയില്ലേ, അത് കരിഞ്ഞു നിൽക്കുന്നത് ജോത്സ്യൻ കണ്ടു. കുടുംബത്തിന്റെ ഐശ്വര്യം നശിച്ചതിന് കാരണം അതുതന്നെയാണെന്ന് ജോത്സ്യര് പറഞ്ഞു. ഐശ്വര്യ പൂജ നടക്കുന്ന ദിവസം രാധിക അവിടെ തന്നെ ഉണ്ടാവണമെന്ന് ജോത്സ്യര് പറഞ്ഞു. അതുകൊണ്ട് മോളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയാ എന്നെ വിട്ടിരിക്കുന്നത്. ഓ, ഇപ്പൊ മനസ്സിലായി. കണിമംഗലത്തിന് ഐശ്വര്യം വരണമെങ്കിൽ ഇവിടുന്ന് രാധിക മോള അങ്ങോട്ട് വരണം. അതിനുള്ള നാടകമാണ് അതിനു മുമ്പ് പറഞ്ഞതൊക്കെ. അല്ലമ്മേ, കൽപ്പനയെ വിളിച്ച് ചോദിച്ചാൽ അറിയാം എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന്.